പ്രൈസ് ദ ലോർഡ്. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന പ്രഭാത പ്രാർത്ഥനയായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വീഡിയോ ഓൺ ചെയ്യാനുള്ളവരെല്ലാം ദയവായിട്ട് വീഡിയോ ഓൺ ചെയ്യുക. കർത്താവ് നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. 120ഓളം കുടുംബങ്ങൾ ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നല്ലോ. അവരെ എല്ലാവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കേണ്ടതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രഭാത പ്രാർത്ഥനയുടെ ഒരു ടെസ്റ്റ് മെസ്സേജ് ലൈവിൽ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു 30 സെക്കൻഡ് നമ്മുടെ ഓഡിയൻസിനെ കൂടെ കാണാൻ പറ്റുന്ന പോലുള്ള രീതിയിലായിപ്പോയി. വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നു. ഒരാളെനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഇനിയുള്ളവരെല്ലാം ക്യാമറ ഓണാക്കും, കാരണം അവരുടെ മുഖം വന്നല്ലോ. അപ്പോൾ എനിക്കും സന്തോഷം തോന്നി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ ക്യാമറ വരാതിരിക്കാൻ നിവൃത്തിയുണ്ടോ, എൻ്റെ ഫോട്ടോ വരാതിരിക്കാൻ നിവൃത്തിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ സൂമിൽ വരുന്ന ആൾക്കാരെ ആരെയും ലൈവിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അത് അറിയാതെ സംഭവിച്ചതാണ്. എന്നാലും സ്തോത്രം. അതുകൊണ്ട് നമ്മൾ സൂമിൽ നിന്നല്ല മെസ്സേജ് പുറത്തോട്ട് വിടുന്നത്. എന്നാൽ കുറച്ച് പേരൊക്കെ പാസ്റ്ററെ ആ മെസ്സേജിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് എങ്കിലും തന്നാൽ എല്ലാവർക്കും അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് സൂമിന് പുറത്തൊരു പ്ലാറ്റ്ഫോമിൽ മെസ്സേജ് മാത്രം റെക്കോർഡ് ചെയ്ത് ഞാൻ കയറുന്ന ദിവസങ്ങൾ വിടാമെന്നാണ് ആഗ്രഹിക്കുന്നത്. സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പലരും ഈ സൂം മീറ്റിങ്ങിൽ കയറാത്ത ഒത്തിരി പേർക്ക്, നമ്മുടെ സുജി ആൻറ്റിയെ, സംഗീത സിസ്റ്റർ, അങ്ങനെ ഒത്തിരി പേര്, ഇവർ മറ്റു പലർക്കും ഈ സന്ദേശങ്ങൾ കൊടുക്കുന്ന തരത്തിലൊരു മിനിസ്ട്രി തന്നെ അവർ ചെയ്യുന്നുണ്ട്. സോ അത് അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിജയ് പാസ്റ്ററും ലൈവ് പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ദിവസങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ വിജയ് പാസ്റ്റർ ആമേൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എനിക്ക് ലൈവ് പോകാനൊക്കെ ഈ ഈ ശുശ്രൂഷിക്കാൻ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഈ ലൈവ് കാണുന്നതും ഒക്കെ വലിയ പ്രയാസമായിരുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച് ഓഫ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷൻ ശുശ്രൂഷിക്കാൻ പോയപ്പോൾ ആ മെസ്സേജിൻ്റെ ഒരു ഭാഗം എടുത്ത് ആൾക്കാർ ട്രോൾ ചെയ്തു. സത്യം പറഞ്ഞാൽ അതുകൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഭയം അങ്ങ് മാറി. ക്രിസ്തലോ. അപ്പോൾ അതുകൊണ്ട് അപ്പം ആ ട്രോൾ ചെയ്തതിൻ്റെ പേരിൽ ഒത്തിരി പേരിലേക്ക് എത്താൻ പറ്റി. അപ്പം ആർക്കെങ്കിലുമൊക്കെ ട്രോളാൻ ആഗ്രഹമുണ്ട്, അവർക്കൂടെ കൊടുക്കാനുള്ള അവസരമായിട്ടുണ്ട്. ഇത് ആകട്ടെ എന്നോർത്താണ് ഇത് ചെയ്തത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും കർത്താവ് മാനിക്കട്ടെ. നമ്മുടെ പ്രഭാത പ്രാർത്ഥന അനുഗ്രഹമായി പോകുന്നല്ലോ, അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് വിജയ് പാസ്റ്റർ ആ കാര്യത്തിൽ ഒത്തിരി ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്, ഒത്തിരി പേരെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒട്ടും സമയം കളയാതെ നമ്മൾ തുടർച്ചയായിട്ട് ചില മാസങ്ങളായി ചിന്തിച്ചു വരുന്നത് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ്. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. 16ാമത്തെ അത്ഭുതമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസ് 5-ന്റെ 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസ് 8-ന്റെ 40 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിലും കിടക്കുന്ന ഭാഗമാണ്. സുജാൻറ്റി കിട്ടിയെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു തുടങ്ങിയാൽ സന്തോഷമായിരിക്കും. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരെ അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതിയ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരണമെന്ന് അവരോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരൻ അവനെ തിക്കിക്കൊണ്ടിരുന്നു. വായിച്ചോ, വായിച്ചോ. അന്ന് 12 സംവത്സരമായി. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇവിടെ യായിറോസിൻ്റെ മകളെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്.
സത്യത്തിൽ ഈ ഒരു വിഷയം 16-ാമത്തെ അത്ഭുതം ബുധനാഴ്ച വന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ 16-ാമത്തെ അത്ഭുതം ഒരു തലമുറയുടെ വിടുതലുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ബുധനാഴ്ചകൾ ഒത്തിരി പേര് ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അല്ലേ? സോ ഇവിടെ 16-ാമത്തെ അത്ഭുതമായി നമ്മൾ പഠിക്കുന്നത് യായിറോസിൻ്റെ മകളുടെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുതമാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചേ, ഈ യായിറോസ് ആരാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ ഒരു പള്ളിപ്രമാണിയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഇന്നത്തെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പള്ളി 4 പേര് അറിയുന്ന, പള്ളിക്കാർക്ക് വേണ്ട, കമ്മിറ്റിക്ക് തുച്ഛീകരിക്കാൻ കഴിയാത്ത പൊസിഷൻ വഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ജൈറസ്, ഈവൻ ദോ ഹി വാസ് എ സിനഗോഗ് റൂളർ, അവനൊരു പള്ളിയുടെ പ്രമാണിയാണെങ്കിലും അവൻ ഓടി യേശുവിൻ്റെ അടുക്ക വന്നു. ആമേൻ, സ്തോത്രം. പൊസിഷൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നതിന് തടസ്സമല്ലായിരുന്നു. ഒരു ഹല്ലേലൂയ എത്ര പേർക്ക് നിങ്ങളിരിക്കുന്ന മുറിയിൽ പറയാൻ കഴിയും? പൊസിഷനുകൾ ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റുകയില്ല, അകറ്റരുത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഏത് പ്രമാണിയാണേലും, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ, ഒരു പക്ഷേ നാളുകളിൽ കേൾക്കുന്നവർ, നിങ്ങളോട് ഞാൻ പറയാം, ഏത് പ്രമാണിയാണേലും നിന്നെക്കൊണ്ട് കഴിയാത്ത ചില നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഓടി യേശുവിൻ്റെ അടുക്കൽ എത്താൻ പറ്റണം. വിശ്വസിക്കുന്നവരുണ്ടോ അതിനകത്ത്? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. മതത്തിലുള്ള നിൻ്റെ പിടിപാട് നിനക്ക് വിടുതൽ വാങ്ങിത്തരില്ല. ഞാൻ ഒന്നുകൂടെ ആ പദം പറയാം. മതത്തിലുള്ള നിൻ്റെ പിടിപാട് നിനക്കെന്ത് ചെയ്തിട്ടില്ല? വിടുതൽ വാങ്ങിത്തരില്ല. പക്ഷേ നിനക്കേത് സമയവും ഓടിയെത്താൻ കഴിയുന്ന ഒരിടം, അത് യേശുക്രിസ്തുവിൻ്റെ പാദമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ദൂതനാമയം പറയാൻ പറ്റുന്നുണ്ട്? ഞാനിത് പറയുമ്പോൾ സ്തോത്രം, പരിശുദ്ധാത്മാവിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരെ, ഈ സന്ദേശം കേൾക്കുന്നവരെ, നിങ്ങളോട് ആത്മാവിൽ ഒരു ദൂത് പറയാം. പലയിടത്തും നീ ഇൻഫ്ലുവൻസ് ഉള്ളവനാ, പലയിടത്തും നിനക്ക് അധികാരങ്ങളുള്ളവനാ. പക്ഷേ ആ മേഖലകളിലൊന്നും നിനക്ക് ലഭ്യമാകാത്ത നിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ വിടുതൽ, പരിഹാരം, നിൻ്റെ തലമുറയുടെ വിഷയത്തിൻ്റെ പരിഹാരം യേശുക്രിസ്തുവിൻ്റെ പക്കലുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, യായിറോസ് ഓടി വന്നതുപോലെ യേശുവിൻ്റെ പാദത്തിലേക്കൊന്ന് ഓടിക്കയറാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. കമോൺ. 130ഓളം കുടുംബങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ, ഈ സൂം ഐഡിയിൽ പങ്കെടുക്കുമ്പോൾ, നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ആ വായ്കളെ തുറന്ന് തലമുറകളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നാളെ ഈ ശബ്ദം കേൾക്കാൻ സാധ്യതയുണ്ട് പ്രാർത്ഥിക്കുന്ന, തലമുറകളുമായി ബന്ധപ്പെട്ട പ്രശ്നം അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര പഴക്കം ചെന്നതാണേലും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം ഒന്ന് ചലിക്കട്ടെ. ആ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ ഞാൻ ആത്മാവിൽ കാണുന്നു. അവർക്ക് വേണ്ടി ദൈവാത്മാവിൻ്റെ ഒരു കരം ചലിക്കട്ടെ. തലമുറകൾക്ക് വേണ്ടി ഒരു സൗഖ്യം, തലമുറകൾ രോഗത്താൽ ഭാരപ്പെടുന്നവർ ഈ സൂം മീറ്റിങ്ങിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ, ഈ 130 പേരുടെയും മുഖം എനിക്ക് കാണാൻ പറ്റത്തില്ല, എനിക്ക് കാണാൻ പരിമിതികളുണ്ട്. പക്ഷേ ഈ 130 കുടുംബങ്ങൾക്കകത്തും ഇപ്പോൾ യേശുവിൻ നാമം, ഈ എല്ലാ ഡിവൈസുകളും കണക്റ്റ് ആയിരിക്കുന്ന വീടുകൾക്കകത്ത് തലമുറകൾ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, അരുമനാഥനെ, അങ്ങയുടെ കരം അവിടെ ചലിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സോ നമ്മൾ ആദ്യം കേട്ട ചിന്ത, പൊസിഷനുകൾക്കും സ്വാധീനങ്ങൾക്കും വരുത്താൻ കഴിയാത്ത സൗഖ്യം എൻ്റെ യേശുവിന് തരാൻ കഴിയും. ആമേൻ. ഒന്നുകൂടെ ഒന്ന് വാ തുറന്ന് കൺഫസ് ചെയ്ത്, എൻ്റെ പൊസിഷനുകൾക്കും, എല്ലാവരും പറയണം, എൻ്റെ പൊസിഷനുകൾക്കും എൻ്റെ സ്വാധീനങ്ങൾക്കും
തരാൻ കഴിയാത്ത സൗഖ്യം യേശുവിൻ്റെ പക്കൽ ഉണ്ട്. രണ്ടാമത്തെ ചിന്ത, യേശു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്, ഞാൻ ഈ ഭാഗം പറയാൻ വേണ്ടിയായിരുന്നു ബാക്കി വായിക്കാൻ പറഞ്ഞത്, എന്നാലും ഞാൻ പിന്നെ അത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തേ ഉള്ളൂ. ഈ യേശുക്രിസ്തു ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഇന്നലെ കേട്ട ആ ഒരു ഭാഗം കണക്റ്റ് ആകുക. ഏതാ? രക്തസ്രാവക്കാരിയായ സ്ത്രീ എന്ത് ചെയ്യുക? വേഗത്തിൽ ഈ വ്യക്തിയുടെ ഈ യാത്രകളിലേക്ക് കയറുകയാണ്. ജീസസ് പോസ്ഡ് ടു ഹീൽ ദ വുമൻ വിത്ത് ദ ഇഷ്യൂ ഓഫ് ബ്ലഡ് വൈൽ ജായിറസ് സിറ്റുവേഷൻ ഈസ് വേഴ്സൻഡ്. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യാമെന്നറിയാമോ? പെട്ടെന്ന് ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക് എടുക്കേണ്ട അവസ്ഥ വരിക, ഇടയ്ക്ക് വേറൊരാൾ കയറുക. അങ്ങനല്ലേ? 5:36 ഒന്ന് വായിച്ചേ ആൻറ്റി. 5:36 മർക്കോസ് 5:36 ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചേ. ഒന്ന് വായിച്ചേ. ശ്രദ്ധിക്കണേ, യേശുക്രിസ്തു ഈ എന്താ പറഞ്ഞേ, രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിഷയത്തെ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു, എന്താ കാര്യം തീർന്നുപോയി, കാര്യം തീർന്നുപോയി, കാര്യം കൈവിട്ടുപോയി. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ഗോഡ്സ് ഡിലേ ഇൻ യുവർ സിറ്റുവേഷൻ ഡസ് നോട്ട് മീൻ എ നെഗ്ലക്റ്റ്. ഇറ്റ് മേ ബി പ്രിപ്പറേഷൻ ഫോർ എ ഗ്രേറ്റർ റെവലേഷൻ. ഒന്നുകൂടെ പറയാം, നിൻ്റെ ലൈഫിലെ ചില സമയങ്ങളിൽ ദൈവം ഒന്ന് പോസ് ചെയ്തതുപോലെ, ഒന്ന് നിന്നതുപോലെ, അല്പം ഒന്ന് വൈകിയതുപോലെ നിനക്ക് തോന്നുമ്പോൾ തിരിച്ചറിയണം, ഇത് ഡിലേയ്സ് ആർ നോട്ട് ഡിനൈൽസ്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുന്നുണ്ടോ? ഡിലേയ്സ് ആർ നോട്ട് ഡിനൈൽസ്. ഒരു ജീസസ് ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്തോത്രം. ഈ ആമേൻ പറയുന്നവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ഇപ്പോൾ ദൈവസാന്നിധ്യം ഒന്ന് ചലിക്കട്ടെ, ദൈവസാന്നിധ്യം ഒന്ന് ചലിക്കട്ടെ, ദൈവസാന്നിധ്യം ഒന്ന് ചലിക്കട്ടെ. അവരുടെ മേൽ ഇപ്പോൾ ആ ദൈവസാന്നിധ്യം ചലിക്കട്ടെ. തലമുറയുടെ വിഷയത്തിൽ കുറേ നാളായിട്ട് നീ ഡിലേ അനുഭവിക്കുകയല്ലേ. കർത്താവ് പറയുന്നു, ഡിലേസ് ആർ നോട്ട് ഡിനയൽസ്. സഹോദരങ്ങളെ, നീ അനുഭവിച്ച ഡിലേ അവസാനമല്ല. ഇല്ലെന്നർത്ഥമില്ല. പകരം ഇതിനകത്ത് കർത്താവിൻ്റെ ഒരു കര ഇറങ്ങുന്നുണ്ട് കേട്ടോ, കര ഇറങ്ങുന്നുണ്ട്. അത് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ ദൈവസാന്നിധ്യം കുടുംബങ്ങൾക്കകത്ത് ചലിക്കേണ്ടതിന് അടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വാട്ട് ഫീൽസ് ലൈക്ക് ഇൻ്ററപ്ഷൻ ഈസ് ഓഫ്റ്റൻ പാർട്ട് ഓഫ് ഗോഡ്സ് ലാർജർ ഓർക്കസ്ട്രേഷൻ. നമ്മൾ ഇടയിലെ തടസ്സമെന്ന് കരുതുന്നതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികൾക്കകത്തെ ഭയങ്കര സംഭവങ്ങളാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മൂന്നാമത്തെ ചിന്ത നിങ്ങളോട് പറയാം. ഈ വായിച്ച വാക്യത്തിൽ അവിടെ പറഞ്ഞു, ഭയപ്പെടേണ്ട. എന്താ പറയുന്നത്? ഭയപ്പെടേണ്ട. ഡു നോട്ട് ബി അഫ്രൈഡ്, ഓൺലി ബിലീവ്. നിങ്ങൾ ഭയപ്പെടേണ്ട. ആമേൻ. സ്തോത്രം. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. ചില സമയത്ത് വിശ്വാസത്തെ ഭയം മൂടാറുണ്ട്. ക്രിട്ടിക്കൽ മൊമെൻ്റ് വരുമ്പോൾ വിശ്വാസത്തെ എന്ത് ചെയ്യാറുണ്ട്? ഭയം മൂടാറുണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? സ്തോത്രം. നമ്മൾ ഭയങ്കര വിശ്വാസമൊക്കെയാണ്, പക്ഷെ ചില സമയങ്ങളിൽ ഈ വിശ്വാസം കുറഞ്ഞു പോകുന്നതാണോ, നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ആ ഭയം വന്ന് വിശ്വാസത്തെ മൂടുന്നതാണോ എന്നറിയത്തില്ല. കുഞ്ഞു മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ, എന്നിട്ട് പറയാം, കുഞ്ഞ് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അവിടെ അകത്തോട്ട് ഭയം കയറി. ഈ ചില വാർത്തകൾ സ്നേഹിതർ കൊണ്ടുവന്നതാണെങ്കിലും കാര്യമാക്കല്ല, ചില വാർത്തകൾ വീട്ടിൽ നിന്ന് വരുന്നതാണേലും കാര്യമാക്കല്ല. ഒരു ഹല്ലേലൂയ പറയുമോ? സ്തോത്രം. ഈ വെറുതെക്കാരുടെ വാക്ക് മാത്രമല്ല കാര്യമാക്കാതെ വിടേണ്ടത്, ചിലപ്പോൾ നമുക്കൊത്തിരി വേണ്ടപ്പെട്ടവരുടെ വാക്കും കാര്യമാക്കാതെ വിടേണ്ടി വരും. ഒത്തിരി വേണ്ടപ്പെട്ട ചില ഇടങ്ങളിൽ നിന്ന് നിൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കത്തക്ക തരത്തിൽ കേൾക്കുന്ന വാക്കുകൾ, വർത്തമാനങ്ങൾ. കമോൺ, ഞാനിത് പറയുമ്പോൾ ഏകരായി വിശ്വാസത്തിൽ ഇറങ്ങിയ ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ നല്ല, ഇപ്പോൾ ഉള്ള 130-ഓളം 130-ലധികം സൂം പ്ലാറ്റ്ഫോമുകൾക്കകത്ത്
എനിക്കറിയാം ഏകരായി വിശ്വാസത്തിൽ ഇറങ്ങിയ, ഏകരായി ദൈവത്തിനെ സേവിക്കാൻ ഇറങ്ങിയ ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. നിൻ്റെ വിശ്വാസത്തെ ഭയം കൊണ്ട് മൂടാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, അരുത്, ആ വാക്ക് കാര്യമാക്കരുത്. നിന്നെക്കുറിച്ച് നിൻ്റെ കമ്പനി പറഞ്ഞ വാക്കല്ല സത്യം, പകരം യേശു പറഞ്ഞ വാഗ്ദത്തങ്ങളുണ്ട്, അതാണ് സത്യം. നിന്നെക്കുറിച്ച് നിൻ്റെ മാനേജർ കൊടുത്ത റിപ്പോർട്ടല്ല സത്യം, നിന്നെക്കുറിച്ച് യേശു പറഞ്ഞ വാഗ്ദത്തമാണ് സത്യം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ദൂതിന് ഹല്ലേലൂയ പറയാൻ കഴിയുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ വിശ്വാസത്തിൻ്റെ എന്താ പറഞ്ഞേ തലത്തെ എപ്പോഴാണെന്നറിയാമോ ഭയം വല്ലാതെ കയറി ആക്രമിക്കുന്നത്? നീ നിൻ്റെ ബ്രേക്ക് ത്രൂവിനോട് അടുക്കുമ്പോഴാണ്. എന്നിട്ട് പറഞ്ഞേ, നീ നിൻ്റെ ബ്രേക്ക് ത്രൂവിനോട് അടുക്കുമ്പോഴാണ്. ഓ ഹല്ലേലൂയ, സ്തോത്രം. ബ്രേക്ക് ത്രൂവിനോട് അടുക്കുമ്പോൾ, ഇന്ന് ഞാൻ അങ്ങനെ ആ പദത്തെ പറയുന്നു. നിൻ്റെ ചില ബ്രേക്ക് ത്രൂകളിലോട്ട് നീ അടുക്കുമ്പോൾ വല്ലാതെ ഭയം നിന്നെ ഗ്രസിക്കുന്നെങ്കിൽ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഭയത്താൽ ഗ്രസിക്കപ്പെട്ട ചിലതിനോട് കർത്താവ് പറയുന്നു, വാക്ക് കാര്യമാക്കല്ല, വാക്ക് കാര്യമാക്കരുത്, വാക്ക് കാര്യമാക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ കാര്യമാക്കിയെടുത്ത ചില വാക്കുകളെ കർത്താവ് ക്യാൻസൽ ചെയ്യുന്നു. നീ കാര്യമാക്കിയെടുത്തതിൻ്റെ പേരിൽ നിൻ്റെ ജീവിതത്തിൽ അവിശ്വാസത്തെ കൊണ്ടിടാൻ കാരണമായി തീർന്ന, ഹല്ലേലൂയ, 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 ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ തലങ്ങളുടെ മേൽ വിശ്വാസം നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. ഒരു ആമേൻ, സ്തോത്രം, സൈന്യം ഇറങ്ങി ചില സന്ദർഭങ്ങളിൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് പോലെ ഇപ്പോൾ വിശ്വാസം ചിലരുടെ ഭയത്തെ, പാനിക് അറ്റാക്കുകളെ വിശ്വാസം കയറിയേക്കട്ടെ. ഓ ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ, സ്തോത്രം. നിന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. നീ ഭയത്തെ എടുത്തു കളയാൻ ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുന്നുണ്ട്. ആമേൻ. നാലാമത്തെ ചിന്ത, സമയം പോകുന്നില്ല. നാലാമത്തെ ചിന്ത, ആ അവസാനത്തെ ആ ക്ലൈമാക്സിനെ യേശു റീഡിഫൈൻ ചെയ്തു. എന്ത് ചെയ്തു? റീഡിഫൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ, കുഞ്ഞ് മരിച്ചില്ല, ഉറങ്ങുകയത്രേ. കണ്ടോ അല്ലേ? അങ്ങനല്ലേ ആൻറ്റി? മർക്കോസ് 5:38 39 ഒന്ന് വായിച്ചേ. വീട്ടിൽ വന്ന ആരുമാരെയും വളരെ കരഞ്ഞു പിരിവരെയും കണ്ട് അകത്ത് കിടന്നു. നിങ്ങളുടെ ആരുമാരെയും കരച്ചില്ല, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുക അത്ര മതി. ആരവാരത്തെ എല്ലാം പുറത്താക്കി. എന്നിട്ട് യേശു പറഞ്ഞു കേൾക്കണോ, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുക അത്രേ ചെയ്യുന്നു. രണ്ട് കാര്യം ഇവിടെ പറയാം. യേശു അകത്ത് കയറിയാൽ അകത്തുള്ള പല ആരവാരങ്ങളും പുറത്തു പോകും. ഇപ്പം കുറേ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇടിച്ചു കുത്തി നിൽക്കുന്ന കുറേ എണ്ണത്തെ ഉണ്ടല്ലോ, തമ്പുരാൻ ചെവിക്ക് പിടിച്ച് ഇറക്കി പുറത്തു വിടും. യേശുവിൻ്റെ നിൻ്റെ ലൈഫിൽ വല്ലാതെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചിലത് നിന്നെ വല്ലാതെ, ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാൻ ആ പറഞ്ഞ വാക്ക് ശരിയാണെന്ന് എനിക്കറിയത്തില്ല, മരണത്തെ ആഘോഷമാക്കി നിൽക്കുന്ന, പൊലിപ്പിച്ച് നിൽക്കുന്ന കുറേ ആരവാരങ്ങളുണ്ടല്ലോ. ഏതാ? ഒരു മരണവീടാകുമ്പോൾ 2 കരിങ്കൊടിയും ഒരു ഒരു സെറ്റപ്പ് വേണമല്ലോ. മരണത്തിൻ്റെ ഒരു, പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈബ് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ നടന്ന സകലത്തെയും ചെവിക്ക് പിടിച്ച് തമ്പുരാൻ പുറത്താക്കും. യേശുവിൻ്റെ നാമത്തിൽ ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുന്നുണ്ടോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ആ പദം ഞാൻ പറയുന്നു. യേശു അകത്ത് കയറിയാൽ അകത്തുള്ള പലതും പുറത്തു പോകും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്ലൈമാക്സിനെ ദൈവം റീഡിഫൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ, ക്ലൈമാക്സുകളെ യേശുക്രിസ്തു റീഡിഫൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ, അതിനോപ്പോസിറ്റായിട്ട് നിൽക്കുന്ന സകലത്തെയും ഇന്ന് പകലിൽ യേശു ചെവിക്ക് പിടിച്ച് പുറത്തു കളയും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിൽ. എന്നിട്ട് യേശു അകത്ത് കയറിയിട്ട് യേശു പറയുക, എന്ത് ചെയ്യുക? കൊച്ചു മരിച്ചില്ല,
ഉറങ്ങുക അത്രേ. എവിടാ? ഡോക്ടർ സർട്ടിഫിക്കറ്റ് കയ്യിരിക്കുമായിരിക്കും മരിച്ചതിൻ്റെ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൗഡ് ചിരിച്ചു കാണും ചിലപ്പോൾ. ഇതേതാ ഒരു പുതിയ താരോദയം? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതേതാ ഒരു പുതിയ താരോദയം? സ്തോത്രം. യേശു പറഞ്ഞു ഇത് മരിച്ചിട്ടില്ല. സമൂഹം പറയുന്നതിന് ഓപ്പോസിറ്റായിട്ട് വിശ്വസിക്കുന്നവനോട് പറയാൻ യേശുവിൻ്റെ കയ്യിൽ ഇന്നുമുണ്ട്. എത്ര പേര് അതിന് ആമേൻ പറയും? ഐ റിപ്പീറ്റ്, സമൂഹം പറയുന്നതിന് ഓപ്പോസിറ്റായിട്ട് പറയാൻ എൻ്റെ യേശുനാഥൻ്റെ കയ്യിൽ ഇന്നുമുണ്ട്. സമൂഹം നിന്നെക്കുറിച്ച് മരിച്ചെന്ന് പറയുമ്പോൾ ഇല്ല ഉറങ്ങുകയാണെന്ന് പറയാൻ എൻ്റെ യേശുവുണ്ട്. ഓ ജീസസ്, ജീസസ്. നിന്റെ ഓഫീസിൽ നിനക്കെതിരെ പറഞ്ഞ ചില വെർഡിക്റ്റുകളുണ്ടല്ലോ. ഞാനിത് പറയുമ്പോൾ കേൾക്കുന്ന എത്ര പേർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ അറിയുന്ന പോലെ ഞാൻ UAE ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനാണ്. ഞങ്ങളുടെ സഭകളിലൊക്കെ പലരോടും കമ്പനിയും മാനേജരും ഒക്കെ പറഞ്ഞേക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോഴും നിലവിലെ വാർ സിറ്റുവേഷനകത്ത് പല കാര്യങ്ങൾ ഞാൻ വിശ്വാസത്തോടെ വിശ്വസിക്കുന്നവനെ നോക്കി ആത്മാവിൽ അത് പ്രവചിക്കുന്നു. നിന്റെ കമ്പനിയും മാനേജരും നിന്നെക്കുറിച്ച് പറഞ്ഞതിനപ്പുറം ചിലത് യേശുവിന് പറയാനുണ്ട്. എൻറ്റയർലി ഓപ്പോസിറ്റ്. ഓ ജീസസ്. എന്താ മരണമെന്നറിയാമോ? ഒരു ഫൈനൽ ഉറക്കോ? എന്താ ഉറക്കമെന്ന് അറിയാമോ? ഒരു ടെമ്പററി സ്ലീപ്പാ. വെൻ വേൾഡ് കോൾസ് യുവർ സിറ്റുവേഷൻ ആസ് ഫൈനൽ, ജീസസ് വിൽ റീകോൾ ഇറ്റ് ആസ് ടെമ്പററി. ഓ ജീസസ്. തീർന്നെന്ന് വിധി എഴുതിയ ചിലതിനെ യേശുവിൻ്റെ നാമത്തിൽ ഒരാമേൻ പറഞ്ഞു. ജോസഫച്ചായ ഒരാമേൻ പറ. അന്ന സിസ്റ്റർ ഒരാമേൻ പറ. അബി സിസ്റ്റർ ഒരാമേൻ പറ. സ്വർഗം തിരിച്ചു വിളിക്കും ചിലതിനെ. പൂർണ്ണമായി തീർന്നെന്ന് ലോകം വിളിച്ച ചിലതിനെ തമ്പുരാൻ പറയാൻ നോ, ഇറ്റ്സ് ടെമ്പററി സ്ലീപ്പ്. യേശുവിൻ്റെ നാമത്തിൽ. ഇനി ഒരു ഭയങ്കര പദം ഞാൻ പറയാം. When we go in deep to the authority of Christ, even death is subject to his redefinition. യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിശ്വസിക്ക്, മരണം പോലും അവിടത്തേക്ക് റീഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓ ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ എനിക്കൊന്ന് തുള്ളി ആരാധിക്കണമെന്നുണ്ട്. എത്ര വേണം മനസ്സിന് ആ ആത്മസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നവർ മാത്രം ആ കൈകളൊന്ന് ഉയർത്തിക്ക് സൂം പ്ലാറ്റ്ഫോമിനകത്ത്. ഓ താങ്ക് യു ലോർഡ്. എൻ്റെ യേശുവിന് മരണത്തെ പോലും റീഡിഫൈൻ ചെയ്യാൻ പറ്റും. ഞാൻ വിശ്വാസത്തോടൊരു കാര്യം പറയാം, നിന്റെ ക്ലൈമാക്സിനെ കർത്താവ് റീഡിഫൈൻ ചെയ്യും. നിന്റെ ക്ലൈമാക്സിനെ കർത്താവ് റീഡിഫൈൻ ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ. ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ആ പെൺകുട്ടിക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ബാലെ എഴുന്നേൽക്ക്, മോളെ നീ എഴുന്നേറ്റോ, ലിറ്റിൽ ഗേൾ റൈസ്. ലൈഫ് റിട്ടേൺഡ് ആൻഡ് ഷീ സ്റ്റുഡ് അപ്പ് ആൻഡ് വാക്ക്ഡ്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ആൻഡ് വാക്ക്ഡ് എന്ന് പറയാൻ കാരണം എന്തെന്നറിയാമോ? സ്തോത്രം. യേശു കൈ തൊട്ടാൽ ചിലത് എഴുന്നേൽക്കുക മാത്രമല്ല, അത് കംപ്ലീറ്റ്ലി ആയിരുന്നു എന്നറിയത്തക്ക തരത്തിൽ നാട്ടുകാരുടെ മുമ്പിൽ നടക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് തലമുറകളുടെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണല്ലോ. എത്ര പേര് ഇങ്ങനെ ഒരു അത്ഭുതം എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ കാണണം എന്നാഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ അത്ഭുതം നടക്കണം.
ഇപ്പോൾ സൂം പ്ലാറ്റ്ഫോമിലുള്ള 131 പാർട്ടിസിപ്പൻസ്, ഇടയ്ക്ക് വന്നും കയറിയും പോയും ഒക്കെ നിന്ന് ഏകദേശം 150ഓളം പാർട്ടിസിപ്പൻസ്. ഒരു പക്ഷേ ഈ മെസ്സേജ് പിന്നത്തേതിൽ യൂട്യൂബിൽ കേൾക്കാൻ സാധ്യതയുള്ളവർ ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. അടുത്ത 2 മിനിറ്റ് ആരും ലീവ് ചെയ്യില്ല. പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാം. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യൂട്യൂബിലായിട്ട് ഞങ്ങളെ കേൾക്കുന്നവരുണ്ടെങ്കിൽ യൂട്യൂബ് നിങ്ങൾ മെസ്സേജ് മാത്രം കേൾക്കുന്നു. പക്ഷേ ഇതിനേക്കാൾ വലിയൊരു സംഭവമാണ് ഞങ്ങളുടെ മോർണിംഗ് പ്രെയർ സൂമിൽ നടക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, ശക്തമായി ആത്മാവിൽ പ്രാവചനിക മേഖലയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന 1 മണിക്കൂർ സെഷൻ എല്ലാ ദിവസവും രാവിലെ UAE സമയം 4:30 മുതൽ 5:30 വരെ നടക്കുന്നു. ഇന്ത്യൻ സമയം 6 തൊട്ട് 7 വരെ എല്ലാ ദിവസവും രാവിലെ. യൂട്യൂബിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ ഈ ഓൺലൈൻ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അതിനകത്ത് നിങ്ങളുടെ മീറ്റിംഗ് ഡീറ്റെയിൽസ് അറ്റൻഡ് ചെയ്യാം. ഈ സന്ദേശം മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങളൊരു പകുതി ബെനിഫിറ്റഡേ ആകത്തുള്ളൂ. ഇതിനേക്കാൾ വളരെ സ്ട്രോങ് ആയിട്ടൊരു അരമണിക്കൂർ സമയം പാസ്റ്റർ ബിജോയ് എബ്രഹാം നേതൃത്വം നൽകുന്ന ശക്തമായ ആത്മമണ്ഡലമുള്ള നമ്മുടെ സഹോദരങ്ങൾ അനുവും സുജയാൻ്റെയും ഒക്കെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ഒരു സെക്ഷനുണ്ട്. കടന്നു വരാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇപ്പോൾ ഞാൻ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അരുമനാഥനെ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു വലിയ കരം ഇവരുടെ മേൽ ചലിക്കണമേ. ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധിക്കകത്തും എൻ്റെ കർത്താവിന് ഒരു വിടുതൽ നൽകാൻ കഴിയും എന്നുള്ളതുകൊണ്ട് ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. ഒരു വലിയ അനുഗ്രഹത്തെ കർത്താവ് നിൽക്കണമേ. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. നാളെ വ്യാഴാഴ്ച പകൽ വീണ്ടും പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടാൻ കർത്താവ് അവസരങ്ങളെ തരട്ടെ. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.